ജനുവരി 3 വെള്ളിയാഴ്ച. യോഹന്നാൻ 1:29 മുതൽ 34 വരെ വാക്യങ്ങൾ. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ കരവിരുതിനെ വളരെയധികം ആത്മസംതൃപ്തിയോടെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദുഃഖിതനും നിശബ്ദവുമായ ഒരു സൃഷ്ടിയെ മാത്രം ദൈവം ശ്രദ്ധിച്ചു. നിരപരാധിയായ കുഞ്ഞാട്. കുഞ്ഞാടിനോട് ദൈവം ചോദിച്ചു, എന്താണ് നിൻ്റെ വിഷമം? നിനക്കെന്താണൊരു കുറവ്? ആട്ടിൻകുട്ടി മറുപടി പറഞ്ഞു, ഞാൻ വളരെ ദുർബലനും നിസ്സഹായനുമാണ്. മറ്റ് മൃഗങ്ങളുടെ കൈകളാൽ എല്ലാത്തരം മോശമായ പെരുമാറ്റത്തിനും വിധേയനാണ്. എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ സംരക്ഷണത്തിനായി ആയുധങ്ങളൊന്നും നൽകാഞ്ഞത്? മറ്റുള്ളവർക്ക് കൂർത്ത കൊമ്പുകളും മൂർച്ചയുള്ള നഖങ്ങളും ശക്തമായ വിഷപ്പല്ലുകളും ഒക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പറന്നു പോകാം, അല്ലെങ്കിൽ വേഗത്തിൽ ഓടാം, അല്ലെങ്കിൽ ആഴത്തിലേക്ക് മുങ്ങാം. പരാതി കേട്ട ദൈവം അത് ശരിയാണല്ലോ എന്നോർത്തു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ശരി, നിനക്ക് ഇഷ്ടമുള്ള വരം തിരഞ്ഞെടുക്കാം. സ്വയരക്ഷയ്ക്ക് വേണ്ടി നിനക്ക് എന്താ വേണ്ടത്? നഖങ്ങളോ മൂർച്ചയുള്ള പല്ലുകളോ വേണോ? വേണ്ട കർത്താവേ, ആട്ടിൻകുട്ടി മറുപടി പറഞ്ഞു, എനിക്ക് അത്ര അപകടകരമായ ആയുധങ്ങളൊന്നും വേണ്ട. ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു. എന്നോട് ചെയ്യുന്ന തെറ്റുകൾ മറക്കാൻ സഹായിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കാവുന്നതോ ആയ എന്തെങ്കിലും ആയുധം എനിക്ക് തന്നാൽ മതി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ കണ്ട യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു എന്ന കാര്യം ഓർമ്മിക്കാം. തീർച്ചയായും നാം പാപികളാണ്. കാലാകാലങ്ങളിൽ നാം പാപം ചെയ്യുന്നു. ഇന്ന് തിരുസഭ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശു എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. ഈ ശക്തമായ നാമം വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ തിരുനാളും സഭ, പ്രത്യേകിച്ച് കേരളത്തിലെ സീറോ മലബാർ ചർച്ച് ആചരിക്കുന്നു. 1871 ജനുവരി 3 അന്തരിച്ച സീറോ മലബാർ കത്തോലിക്ക പുരോഹിതനും തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ചാവറ കുര്യാക്കോസ്. അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കത്തോലിക്കനാണ്. ഇന്ത്യൻ വംശജനായ ഒരു പുരുഷ സന്യാസി. സീറോ മലബാർ സഭയിലെ CMI സഭ, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റും, സ്ത്രീകൾക്കായുള്ള CMC, കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമലും എന്നിവയുടെ സ്ഥാപകനും സഹസ്ഥാപകനും ആദ്യ മുൻ ജനറാളുമായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.